സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പം നമ്മുടെ സീസൺ 6 ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ റൗണ്ടുകൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ടാസ്കുകളാണ് ബിഗ് ബോസ് പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടൊന്നുമല്ല നിലവിൽ ടാസ്കുകൾ കൊടുത്തിരിക്കുന്നത്. നിലവിലെ ആ ഹൗസിലെ ആക്ടിവിറ്റീസിൻ്റെ ഗ്രൂപ്പിനനുസരിച്ച് തന്നെയാണ് ആക്ടിവിറ്റീസ് കൊടുത്തതും ഈ പറഞ്ഞതുപോലെ ടാസ്കുകൾ നടത്തിയതും. ആ ഒരു ടാസ്കിൽ നമ്മുടെ അപ്സര, സിജോ, അതുപോലെ തന്നെ സായി എന്നിവർ ഉൾപ്പെട്ട ടീമാണ് വിജയിച്ചിരിക്കുന്നത്. അവർക്ക് 3 പോയിന്റ്സുകളും കാര്യം കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗെയിംസും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർ കണ്ടതാണ്. നമ്മുടെ ആ ഒരു സോപ്പ് എത്രയും പെട്ടെന്ന് ഉരച്ച് തീർത്ത് ഏറ്റവും പെട്ടെന്ന് തീർക്കുന്ന ആ ഒരു ടീമായിരിക്കും വിജയിക്കുന്നത്. നല്ല മികച്ച രീതിയിൽ തന്നെ എല്ലാ ടീമുകളും കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചത് അഭിഷേക്, ഋഷി, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ എന്നിവർ ഉൾപ്പെട്ട ടീമായിരിക്കും വിജയിക്കുന്നത് എന്നാണ്. കാരണം അവരായിരുന്നു മികച്ച രീതിയിൽ ചെയ്തതും അവരുടെ സോപ്പായിരുന്നു ഏറ്റവും ആദ്യം തന്നെ തീർന്നുകൊണ്ടിരുന്നതും. എന്നാൽ ഇതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ഈ പറയുന്നത് പോലെ ലൈവിലും അത്ര വ്യക്തമല്ല. എന്നാൽ പോലും നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് ചതിയാണ് നടന്നിരിക്കുന്നത്. സിജോയും സായിയും പകുതി സോപ്പ് പൊട്ടിച്ച് വെള്ളത്തിൽ മുക്കുകയും പകുതി സോപ്പ് കളയുകയും നിലത്തിട്ട് ഉരയ്ക്കുകയും അങ്ങനെയുള്ള ചതിപ്രയോഗങ്ങളെല്ലാം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു വലിയൊരു സോപ്പ് ഇല്ലാണ്ടായി പോയത്. കാരണം സായിയും സിജോയും അറിയാം എല്ലാ ഫ്രോഡ് തരവുമാർ കാണിക്കും. രസമുണ്ടായിരുന്നു കേട്ടോ, ഒരു മോശമായിട്ടൊന്നും അല്ല. അത് കണ്ടുപിടിക്കാത്തത് അവിടെ ജഡ്ജസ് ആയിട്ട് കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ടായിരുന്നു. വെറും വാഴകളായിട്ട് നിൽക്കുകയായിരുന്നു. വെറുതെ സ്വന്തം ടീമിൻ്റെ കാര്യം നോക്കി ഒച്ചമ്പേളം ഇടുന്നു എന്നല്ലാതെ ഈ പറഞ്ഞതുപോലെ ജഡ്ജിങ് ആയിട്ട് നിർത്തിയിട്ട് അവർ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്തില്ല. അവരുടെ തെറ്റ് തന്നെയാണ്. അവർ നോക്കണമായിരുന്നു ഇവരെന്താണ് കാണിക്കുന്നതെന്ന്. ബിഗ് ബോസ് പോലും അതിന് വാർണിംഗ് കൊടുത്തത് ജഡ്ജിങ് വളരെ മോശമായിരുന്നു, കണ്ടസ്റ്റൻസ് ഒക്കെ മികച്ച രീതിയിൽ ചെയ്തു എന്ന്. അവരവരുടെ ടെക്നിക്സ് ഉപയോഗിച്ച് ജയിച്ചു. ബട്ട് അഭിഷേകും ഋഷിയുള്ള ടീമായിരുന്നു വിജയിക്കേണ്ടത്. അവരായിരുന്നു മികച്ച രീതിയിൽ ചെയ്തതും, അവർ തന്നെയായിരുന്നു അർഹിച്ചതും. ബട്ട് ജഡ്ജിങ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തരികിടയും പരിപാടിയെല്ലാം കാണിച്ച് നമ്മുടെ സിജോയും സായിയും മികച്ച രീതിയിൽ തന്നെ ആ ഒരു ഗെയിം വിജയിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴേലും ഒരു സംസാരം ഉണ്ടാകുമോ എന്നൊന്നും അറിയത്തില്ല. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലോ ബിഗ് ബോസ് എന്താണെങ്കിലും ആ ഒരു സംഭവം ഒഴിവാക്കി വിട്ടു. ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതേപ്പറ്റി സംസാരിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ആദ്യ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നമ്മുടെ സായിയും അതുപോലെ തന്നെ സിജോ, അപ്സര എന്നിവരടങ്ങിയ ടീം വിജയിച്ചിരിക്കുകയാണ്. ടണൽ ടീം എന്നാണ് ബിഗ് ബോസും പറഞ്ഞിരിക്കുന്നത്. ടീമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ടീമൊക്കെ ഇട്ട് ടീമിൻ്റെ പേരൊക്കെയാണ് ബിഗ് ബോസും പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഇവരാണ് വിജയിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ദിവസത്തെ ഗെയിം എങ്ങനെയായിരിക്കും, ആരായിരിക്കും ജയിക്കുന്നതൊക്കെ. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.